2024 നീറ്റ് ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിയ ടെൻഷന്റെയും ഒരുപാട് പ്രതീക്ഷകളുടെയും നീറ്റ് റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കുട്ടികൾ വൻ വിജയം നേടി. അങ്ങനെ വൻ വിജയം നേടി നമ്മുടെ കുട്ടികളിൽ ഒരാൾ, ഒരു കൊച്ചുമിടുക്കനാണ് നമുക്കിപ്പോൾ ഉള്ളത്. പേരെങ്ങനെയായിരുന്നടാ? ചിദാനന്ദ്. ചിദാനന്ദിന്റെ നാട് എവിടാണ്? എന്റെ ഇവിടെ കോട്ടയം തന്നെയാണ്. കോട്ടയം തന്നെയാണ് ചിദാനന്ദിന്റെ നാട്. റാങ്ക് എത്രയാണ്? എന്റെ റാങ്ക് 2049. ഓക്കെ, 2049 ആണ്. ഒരു ഓൾ ഇന്ത്യ എക്സാമിന് 2049 എങ്ങനെ നോക്കി കാണും? ഓൾ ഇന്ത്യ നിലയില് ഒരു 2049 എന്ന് പറഞ്ഞ റാങ്ക് നോക്കുമ്പോഴത്തേക്കും ബാക്കി ഇവിടെ വന്നവരെക്കാട്ടിലും കുറവാണ്. പക്ഷെ ഒരു കേരളത്തിലെ ആ ഒരു ലെവലിൽ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു റാങ്ക് തന്നെയാണ്. എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അത് ചെറിയ സന്തോഷം മാത്രം പോരാ, മൊത്തം എത്ര പേരാണെന്ന് എക്സാം എഴുതിയെന്നറിയാം? 23 ലക്ഷം പേരിൽ 23 ലക്ഷം പേരിൽ നിന്നുമാണ് അറൌണ്ട് 2000 വന്നിരിക്കുന്നത്. അതൊരു ചെറിയ വിജയമെന്നോ അതല്ലെങ്കിൽ ഒരു വലിയ വിജയം എന്ന് പറഞ്ഞാൽ വൻ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്ര സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്ര കുട്ടികളിൽ നിന്നും 2000 റാങ്ക് വന്നിരിക്കുന്നു. ചിദാനന്ദിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചിദാനന്ദിന്റെ ഫാമിലി ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? എന്റെ അച്ഛൻ ഡോക്ടർ ജയകുമാർ ടി കെ ആണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ്. പിന്നെ കാർഡിയോതൊറാസിക് വിഭാഗത്തിലെ HOD കൂടെയാണ്. അമ്മ ഡോക്ടർ ലക്ഷ്മി, HOD പ്ലാസ്റ്റിക് സർജറി, കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അതായത് ഹൃദയം എന്ന് പറയുന്നതിന്റെ അവസാന വാക്കാണ് ഡോക്ടർ ജയകുമാർ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അമ്മയും ഡോക്ടറാണ്, അതും കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ. അപ്പൊ ഈ ഡോക്ടർ ഫാമിലിയിലേക്കാണ് അടുത്ത കൊച്ചു ഡോക്ടർ ആകാൻ പോകുന്നത് ചിദാനന്ദ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒരു ഡോക്ടർ ഫാമിലിയാണ് കൺസ്ട്രക്ട് ചെയ്ത് വരുന്നത്. മാത്രമല്ല എന്താണ് താല്പര്യം, അതായത് ഇപ്പോ അച്ഛന്റെ അമ്മയുടെ താല്പര്യങ്ങൾ പോലെ ചിദാനന്ദിന് എന്താണ് താല്പര്യം? നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഡോക്ടർ ആകുക എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ആകുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആകുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചിദാനന്ദിനോട്? എന്നോട് അവരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഇപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൂ. നമുക്ക് അതിനെ കുറിച്ച് ഒരു പിടിയില്ല. ഞാനത് വളരെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കാൻ കാര്യം നമുക്ക് ഇതിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ അച്ഛൻ എന്ത് പറയുന്നു റിസൾട്ടിനെ കുറിച്ച് അറിഞ്ഞ ശേഷം? അച്ഛനും അമ്മയുടെയും റിയാക്ഷൻസ് എന്തായിരുന്നു? അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നുകൂടെ റിവൈസ്ഡ് വന്നപ്പോഴും അവർക്ക് സന്തോഷം തന്നെ, ഭയങ്കര സന്തോഷം. ഓക്കെ, അവർക്ക് ഞാൻ കോട്ടയത്ത് തന്നെ വരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതായത് എവിടെ അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യം? എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കയറാനാണ് താല്പര്യം. നമ്മുടെ റിസൾട്ട്, അതായത് ഈ ഒരു വീഡിയോയുടെ ഒരു ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. അതായത് അച്ഛനും അമ്മയും പ്രൊഫസേഴ്സ് ആയിട്ടുള്ള കോളേജിൽ തന്നെ പഠിക്കാൻ കയറാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിന്റെ വലിയ പ്രത്യേകത. ഓക്കെ, അപ്പൊ അതിന്റെ സന്തോഷം എങ്ങനെ കാണുന്നു? അതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ പണ്ട് തൊട്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എപ്പോഴും പോകുന്നതായിരുന്നു. അവിടുത്തെ എല്ലാ പ്രൊഫസർമാരെയൊക്കെ അറിയാം. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു സ്ഥിരം രാവിലെ രാത്രിയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ പോകുന്ന തിരിച്ച് വീട്ടിൽ പോകുന്നതിന്റെ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. ഏത് ബാച്ചായിരുന്നു ചിദാനന്ദ്? ബ്രില്യന്റിൽ ഏത് ബാച്ചിലായിരുന്നു? ഞാൻ ബ്രില്യന്റില് ലോങ് ടേം ബാച്ച് ആയിരുന്നു, PLDA പള്ളിക്കത്തോട് ബാച്ച്. ഓക്കെ, പള്ളിക്കത്തോടിലെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ റിസൾട്ട്, അതായത് ഇതിനെ ബ്രില്യന്റിന്റെ ഒരു സപ്പോർട്ടിനെ എങ്ങനെയാണ് ചിദാനന്ദ് കാണുന്നത്? ബ്രില്യന്റെ സപ്പോർട്ട് പറയുമ്പോഴത്തേക്കും ചില സമയത്ത് എന്റെ മാർക്ക് കുറഞ്ഞിട്ടുമുണ്ട്, കൂടിയിട്ടുമുണ്ട്. പക്ഷെ എല്ലാത്തിലും എന്റെ കൂടെ തന്നെ ബ്രില്യന്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. എത്ര താന്നു പോയാലും എത്ര വല്ലാതെ വന്നാലും എപ്പോഴും ഒരു മോട്ടിവേഷനും ഒരു താങ്ങായിട്ടും എന്റെ കൂടെ തന്നെ ബ്രില്യന്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. അച്ഛനും അമ്മേനൊക്കെ അന്വേഷിച്ചു എന്ന് പറയുക. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.